ഇടപെടുകയാണ്. ചർച്ച അവസാനിച്ചു എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഖാർഗെയുടെ വീടിന് പുറത്തേക്ക് നേതാക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അല്പസമയത്തിന് അത് അറിയാം, ഇന്ന് തന്നെ ആയിരിക്കുമോ പ്രഖ്യാപനം വരുന്നത് എന്നുള്ള കാര്യം. കിരൺ ബാബു ഡൽഹിയിൽ തുടരുന്നുണ്ട്. കിരണിലേക്ക് വരാം. എന്തായാലും സസ്പെൻസ് തുടരുകയാണ്. ഏത് നിമിഷവും പ്രഖ്യാപനം ഉണ്ടാകുമോ അതോ ചർച്ചകൾ നാളത്തേക്ക് നീളുമോ എന്നുള്ള കാര്യമാണ് ഇനി അറിയുവാനുള്ളത്. അഖിൽ, ഇപ്പോൾ നേരത്തെ ശ്രീത്ത് പറഞ്ഞതുപോലെ ഇത് തെരുവിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷമായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത്തരം പ്രവണതകളൊന്നും ശരിയല്ല എന്നൊരു അഭിപ്രായം തന്നെ ഉള്ളതാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ഈ കാര്യത്തിൽ ഹൈക്കമാൻഡിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ആ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അത് വളരെ കൃത്യമായി അത്തരം കാര്യങ്ങളിനകത്ത് പാർട്ടിയുടെ തിരുവനന്തപുരത്തെ കേരളത്തിലുള്ള നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഈ ആസ്പിറൻസ് ആയിട്ടുള്ള ചർച്ച ചെയ്യപ്പെടുന്ന 3 നേതാക്കന്മാരും ആ മീറ്റിങ്ങിൻ്റെ ഭാഗമായി അവിടെയുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ എല്ലാം ആഗ്രഹവും അവരുടെ എല്ലാം താല്പര്യങ്ങളും അവരുടെ എല്ലാം സീനിയോറിറ്റിയും അവരുടെ എല്ലാം മെജോറിറ്റിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും പാർട്ടിയുടെ ഹൈക്കമാൻഡ് അത്തരത്തിലുള്ള മെജോറിറ്റി എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാൾക്കാണ് ഈ മെജോറിറ്റി കിട്ടിയിരിക്കുന്നത്. അല്ല, ലീഡർഷിപ്പ് എന്ന് പറയുന്ന കാര്യത്തിനകത്ത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരു ഘടകമല്ല. കാരണം പാർട്ടിയുടെ നമ്മുടെ എഴുതപ്പെട്ട നിയമം അനുസരിച്ച് വളരെ കൃത്യമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടാൽ അത് നമ്മുടെ വോട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വിശ്വാസമുള്ള ആർക്കും മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാൻ കഴിയും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ തെളിയിക്കാനായിട്ട് 6 മാസത്തിനുള്ളിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അത് വിജയിച്ച് വന്നാൽ മാത്രം മതി. അതൊരു നിയമവശം അങ്ങനെയാണ്. നിങ്ങളിപ്പോൾ അവകാശപ്പെടാൻ പോകുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്തവരാണ് ഈ MLA മാർ, അതുകൊണ്ട് MLA മാരുടെ പിന്തുണ എന്ന് പറയുന്നത് ജനപിന്തുണയാണ് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ എല്ലാ തവണയും അതേ രീതിയിൽ വരണം. ഞാൻ ഈ പറയുന്നത് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏകലിംഗ ഒരു വ്യക്തിത്വത്തെ കാണിച്ചുകൊണ്ട് മാത്രമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വളരെ മികച്ച ഉത്സാഹത്തോടുകൂടി വളരെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആഴമേറിയ പാരമ്പര്യമുള്ള ഒത്തിരി നേതാക്കന്മാർ കോൺഗ്രസ് രാഷ്ട്രീയത്തിലുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള 3 നേതാക്കന്മാരാണ് ശ്രീ KC വേണുഗോപാലാണെങ്കിൽ, VD സതീശനാണെങ്കിലും, രമേശ് ചെന്നിത്തലയാണെങ്കിലും. അപ്പോൾ ആ നേതാക്കന്മാരുടെ അവരുടെ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരൊക്കെ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ഭാഗമായി കടന്നു വന്ന്, യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായി കടന്നു വന്ന്, കോൺഗ്രസിൻ്റെ ഭാഗമായി സജീവ രാഷ്ട്രീയത്തിൻ്റെ പടുതലങ്ങളിൽ കേരളത്തിലെ സംയുക്ത സമര നേതൃത്വത്തിന് നേതൃത്വം കൊടുത്ത ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ നിന്നൊരാളെ ചൂസ് ചെയ്യുക എന്നുള്ളത് എല്ലാം ഒന്നിനൊന്ന് മെച്ചമായതുകൊണ്ടാണല്ലോ ഇത്തരത്തിലൊരു കൺഫ്യൂഷൻ വരുന്നത്. ഇടപെടുകയാണ്. ഡൽഹിയിലെ ദൃശ്യങ്ങളാണ് വരുന്നത്. ചർച്ച അവസാനിച്ചു. രാഹുൽ ഗാന്ധി ഖർഗെയുടെ വീട്ടിൽ നിന്ന് മടങ്ങി. കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ, പ്രഖ്യാപനം ഇന്നുണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് സംഭവിക്കുന്നത്? യോഗം കഴിഞ്ഞു. രാഹുൽ ഗാന്ധി അല്പസമയത്തിനുള്ളിൽ ഖർഗെയുടെ വീട്ടിൽ നിന്ന് മടങ്ങാൻ അദ്ദേഹത്തിനെ മാധ്യമങ്ങളടക്കം മുന്നിൽ നിന്ന് മാറ്റി കഴിഞ്ഞു. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യോഗം കഴിഞ്ഞു എന്നത് മാത്രമാണ് പുറത്തു വന്നത്. ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമോ ഇല്ലയോ വിഷയത്തിലൊന്നും നമുക്ക് ഈ ഒരു കൺഫർമേഷൻ തൽക്കാലം ഇപ്പോൾ നൽകാനാവില്ല. എന്തായാലും യോഗം കഴിഞ്ഞ് നേതാക്കൾ അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങും എന്നാണ് നമ്മളുടെ പ്രതീക്ഷ. ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്തായാലും യോഗത്തിൽ നിന്ന് മടങ്ങിയാണ്. രാഹുൽ ഗാന്ധി യോഗത്തിൽ നിന്ന് മടങ്ങിയാലും അല്പസമയത്തിന് ശേഷം കൂടി ചിലപ്പോൾ യോഗം മറ്റ് നടപടിക്രമങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ, പ്രധാന തർക്കം ഒന്നുകിൽ തർക്കത്തിന് പരിഹാരം ഉണ്ടായി, അല്ലെങ്കിൽ ചിലപ്പോൾ തർക്കപരിഹാരം ആയില്ല എന്ന് രണ്ടും നമുക്ക് കൃത്യമായി പറയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി ഇപ്പോൾ യോഗത്തിൽ നിന്ന് മടങ്ങുകയാണ്. ശരി, കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധി യോഗത്തിൽ നിന്ന് മടങ്ങുകയാണ്. ചർച്ച അവസാനിച്ചു. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് ചർച്ച പോകുമോ? തർക്കം തുടരുകയാണോ അതോ ഒരു സമവായത്തിലേക്ക് എത്തിയോ?